ஹாய் ஃப்ரெண்ட்ஸ், நாங்கள் வீக்கெண்டில் பார்த்தீங்கன்னா ஈவினிங்கில் ரெஸ்டாரண்ட்டில் போய் சாப்பிட்லாம் அப்படின்னு சொல்லிட்டு சேர்ந்து எல்லாருமா சேர்ந்து சாப்பிட்லான்ட்டு வெளியில் போயிருந்தோம். இப்போ ஃபிஷ் பொழிச்சது ஆர்டர் பண்ணியிருந்தோம். அதை பற்றி எங்கள் அண்ணன் எக்ஸ்பிளைன் பண்ணிட்டு, இந்த ரெஸ்டாரண்ட் எங்கே இருக்குதுன்னு பார்த்தீங்கன்னா மஸ்கட்டில் கோப்ரான்னு சொல்லி இடத்துல நிசார்கான்னு சொல்லி ரெஸ்டாரண்ட்டு தான். அந்த ரெஸ்டாரண்ட்டில் சாப்பிட പോയിരുന്നோം. പിച്ചാത്തി അകത്ത് കൊടുത്ത് വെട്ടിയെടുക്കുകയാണ്. അങ്ങനെ എന്താ പറയുക, പിച്ചാത്തിനെ അകത്ത് ഇങ്ങനെ വെട്ടി പതുക്കെ എടുക്കുകയാണ്. അപ്പൊ ഈ മീൻ്റെ എന്താ പറയുക, അതിന്റെ ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടും. അതാണ് അതിന്റെ പ്രധാന കാര്യം. നമ്മൾ പതുക്കെ വെട്ടിക്കൊണ്ട് എടുത്തിട്ട് എന്ത് പറയാന്നറിയാം, അപ്പോഴാണ് നമ്മൾ അതിന്റെ ശരിക്കുള്ള ടേസ്റ്റ് എടുത്ത് കഴിക്കാൻ പറ്റുന്നത്. മനസ്സിലായോ? ഇപ്പൊ പറയണം, നമ്മൾ തിരിച്ചൊന്നുകൂടി പറയാം. നമുക്ക് പറയുന്നതിൽ യാതൊരു വരുമാന പ്രശ്നമൊന്നുമില്ല. മനസ്സിലായില്ലേ? നമ്മൾ മക്കളാണ്. അന്നിപ്പോ മീനി വേണ്ടി ഇങ്ങനെ കെതിച്ചിങ്ങനെ ഇരിക്കാൻ എന്ത് പറയണം, മീന് കിട്ടിയിട്ട് പറഞ്ഞ് ഞങ്ങൾ നമ്മൾ മീൻ ആദ്യം അവർക്കല്ലേ കൊടുക്കുന്നത്, കാരണം മീനിന്റെ വലിയ കാലമാണ്. അപ്പൊ ഞാൻ ആദ്യം എന്ന് പറയാം, ഈ വാലിന്റെ സ്ഥലം എടുത്ത് പുളി കൊടുക്കണം. എന്നിട്ട് തല നമ്മൾ കളിച്ചാൽ പോരെ. വാലാണ് ഏറ്റവും പ്രധാന കാര്യം. എന്താ പറയാ, മീന് പോകാനും മീന് വരാനും. ഹലോ ആൽബർട്ട്, ഹലോ, നിങ്ങളുടെ ഭാര്യയ്ക്ക് ഞാൻ വാലടി കൊടുക്കാണ്. ഏറ്റവും ഉറപ്പിച്ച സാധനം ഈ വാലടിയിലാണ് പ്രോട്ടീൻ ബി ഇരിക്കുന്നത്. പ്രോട്ടീൻ ബി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് അവിടെ വന്നു ആവി അടിക്കാം. പൊളിച്ചാ പിന്നെ നമ്മൾ നിക്കത്തില്ല. ഇതാണ് എല്ല്. ഇതാണ് എല്ലെന്ന് പറയുന്നത്. അവിടെ കിടന്നോടെ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. എല്ലും മുറിഞ്ഞ് സാധനം മുറിച്ചു. നമ്മളെ മുറിച്ചത് ഇതാണ് മൂന്നാരെന്ന് പറയുന്നത്. ഇതാണ് മീനിന്റെ മുള്ളെന്ന് പറയുന്നത്. ഇതാണ് ബാക്ക് ബോൺ ഓഫ് ദ ഫിഷ് എന്ന് പറയാനാ. ബാക്ക് ബോൺ ഓഫ് ദ ഫിഷ്. ഫിഷ് പോകാനും ഫിഷ് വരാനും ഫിഷ് തിരിയാനും എല്ലാത്തിനും ഇതാണ് കാരണകർത്താവ്. അപ്പൊ നമ്മള് ഇതേക്കുറിച്ച് കുറച്ച് ചർച്ച ചെയ്യണം. കാരണം പറഞ്ഞ ഇത് വീക്കായ മീന് വീക്കായി. എന്ത് വീക്കായ മീന് വീക്കായി. അപ്പൊ ഇതിന്റെ പേരെന്താ, ഇതിന്റെ പേരെന്താണ് അറിയാം. இதான சம்பவம். நாங்கள் பார்த்தீங்கன்னா 2 மீன் ஆர்டர் பண்ணியிருந்தோம். இவ்வளோ பேர் இருந்தனால ரொம்ப டேஸ்ட்டாக இருந்தது. உண்மையிலே ரொம்ப டேஸ்ட்டாக இருந்தது. எல்லாமே காலி ஆகிட்டு மீன் எல்லாம். நாங்கள் பரோட்டா, அதுக்கப்புறம் இடியப்பம், அப்போ அந்த மாதிரி ஆர்டர் பண்ணியிருந்தோம். அப்புறம் பீஃப் கறி, சிக்கன் கறி, இந்த மீன் பொழிச்சது. மீன் பெருசாக இருந்தனால தீராது அப்படின்ட்டு நினச்சோம். ஆனால் நல்ல டேஸ்ட்டாக இருந்தனால மொத்தமே எல்லோரும் காலி பண்ணிட்டாங்க. பிள்ளைங்க எல்லாருமா சேர்ந்து. இந்த வீடியோ எப்படி இருந்துட்டு சொல்லுங்கள். நெக்ஸ்ட் வீடியோவில் மீட் பண்ணலாம். பாய்.